ഒരു വാട്ട് ഈറ്റ് ഇൻ എ ഡേ എന്നതിലുപരി ഇത് എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് കഴിച്ചത് ഇതൊക്കെയായിരുന്നു കേട്ടോ. നല്ല ഭയങ്കര ടേസ്റ്റുള്ള ഫുഡ് ഒന്നും അല്ലായിരുന്നു. ഓക്കെ ഫുഡായിരുന്നു. ഞാൻ വല്ലാത്തൊരു മടി പിടിച്ച് വയ്യാത്ത പോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഇന്നത്തെ ദിവസം. സോ ഓക്കെ ഫുഡായിരുന്നു. അത് എൻ്റെ ഫേവറേറ്റ് ഉള്ളി അച്ചാറാട്ടോ. ഞാൻ ഇന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയായിട്ട് ഒന്ന് ഫുഡ് കഴിച്ചു. ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഇന്നത്തെ ഫുഡിൽ ലഞ്ചിൽ. ശേഷം ഇത് കോഡ് റെഡ് എന്ന് പറഞ്ഞ് എല്ലാവരും കഴിക്കുന്ന അടിപൊളിയാണെന്ന് പറഞ്ഞ് വാങ്ങിയതായിരുന്നു. ഒരു വകയ്ക്ക് കൊള്ളത്തില്ല. കഫ് സിറപ്പിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു തുള്ളി വായി വെച്ച് അപ്പോഴേ ഉപേക്ഷിച്ചു. പിന്നെ ഇത് ട്രിപ്പിൾ ചീസ് പഫ്സ് ആട്ടോ. ഈ സാധനം കുറച്ച് ദിവസമായി ഇവിടെ വാങ്ങി വെച്ചിട്ട് എനിക്ക് ചീസ് ക്രീം അത്രത്തോളം അങ്ങോട്ട് ഇഷ്ടമല്ല. സോ ഞാൻ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ബട്ടറിലൊന്ന് ജസ്റ്റ് ടോസ്റ്റൊക്കെ ചെയ്ത് കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് വേറൊരു വൈബ് തന്നെ ഞാൻ ആക്കി അതിനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ കട്ടൻ ചായയും കൂടെ ആയിരുന്നു ഞാൻ ഇട്ടിരുന്നത്. ബൈ ദ വൈ ഞാൻ പുതിയ കപ്പ് വാങ്ങി. ഇതും ഇതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് പോലെ വരുന്നത് കൊണ്ടുണ്ട് കേട്ടോ. നൈസാണ്. പിന്നെ ഇത് എൻ്റെ റൂംമേറ്റിന് ഭയങ്കര ആവശ്യമാണെന്ന് പറഞ്ഞ് നോക്കി നടന്ന് വാങ്ങിയ സാധനം കേട്ടോ. ഫോൺ ഹോൾഡറാണ്. അതൊക്കെ അതിൽ വെച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ ചാരി വെച്ചേക്കാനാണ്. ശേഷം ഞാൻ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ച് സമയമെടുത്താണ് എൻ്റെ കട്ടൻ ചായ കുടിച്ച് തീർത്തത്. റീസൺ വേറെ ഒന്നുമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ വല്ലാണ്ട് ടയേർഡാണ് ഈ ഒരു വീക്ക് കഴിഞ്ഞപ്പോൾ. എന്താണെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല. ഞാൻ ഭയങ്കരമായിട്ട് ആലോചിച്ച് ഞാനൊരു വല്ലാത്തൊരു അവസ്ഥയിൽ കുറച്ചധികം സമയം ഞാൻ ആ സെറ്റിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നു ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി എന്ന്. അങ്ങനെ ഞാൻ എടുത്തൊരു വീഡിയോ ആട്ടോ അത്. പിന്നെ ഇത് ഞാൻ ലാസ്റ്റ് ടൈം ഇവിടെ മോളിൽ പോയപ്പോൾ വാങ്ങിയതായിരുന്നു. ഓഫറിൽ കിടന്ന സാധനം, പക്ഷേ വർത്ത് ബൈയിങ്. അത്രയ്ക്ക് അടിപൊളി സാധനമാണ്. നല്ല സ്പേഷ്യസ് ഉള്ളൊരു ബാഗാട്ടോ. എനിക്ക് ജോലിക്ക് കൊണ്ടുപോകാൻ പറ്റിയ സാധനമാണ്. എൻ്റെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ ഞാൻ വിചാരിച്ചു. ഞാൻ ജേർണലിങ് ചെയ്യും. ഈ ഇയർ സ്റ്റാർട്ട് ചെയ്തൊരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കടുപൊടീസൊക്കെയാണ്. ഇത് എനിക്ക് വളരെ കുറച്ചേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നാട്ടിൽ ഞാൻ വന്നപ്പോൾ അവിടെ ഒഴിവാക്കിയിട്ട് വരേണ്ടി വന്നു. ഈ സ്കെച്ചൊക്കെ ഇവിടെ വന്ന് വാങ്ങിയതാണ്. ഞാൻ അത്യാവശ്യം ചെയ്ത കുറച്ച് ഗുണഗുണ സാധനങ്ങളൊക്കെ ഈ ബുക്കിലാട്ടോ ഉള്ളത്. ഞാൻ ജേർണലിങ് ചെയ്യാമെന്ന് പറഞ്ഞ് എടുത്തു, പക്ഷെ ഞാൻ ചെയ്തില്ല. പിന്നെ എനിക്കിരുന്ന് മൈൻഡ് സെറ്റ് ആവാഞ്ഞപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങി കുറച്ച് എന്തെങ്കിലും വാങ്ങാം എന്ന് കരുതി താഴോട്ട് പോയി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് 2-3 ഫ്ലേവർ ബുൾഡോക്കിൻ്റെയൊക്കെ വീഡിയോ എടുത്തു. ഇതാട്ടോ ഞങ്ങളുടെ ബക്കാല. മിക്ക ദിവസവും ഞാൻ ബക്കാലയിൽ പോകാറുണ്ട്. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഒരു സാധനമൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്. പക്ഷേ ഞാൻ അതിനകത്തൂടെ മൊത്തത്തിലൊന്ന് നടക്കാറുണ്ട്. വാങ്ങിക്കുക എന്നുള്ളതിലുപരി എനിക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് കാണുക എന്നുള്ളത് എൻ്റെ ഭയങ്കര ഇഷ്ട വിനോദമാണ്. ശേഷം ഞാൻ അവിടെ നിന്ന് ഈ ബ്രെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, നോട്ടെല്ല വാങ്ങിയിട്ടുണ്ടായിരുന്നു, വലിയ സൈസ് എടുത്തോട്ട് ഇപ്രാവശ്യം. പിന്നെ ഇത് നിറബറയുടെ മാങ്ങ അച്ചാറാണ്. എൻ്റെ റൂമിൻ്റെ ഇഷ്ട സാധനമാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ.